Hello guys, welcome back to our channel. അപ്പോൾ ഗൈസ് റമദാൻ ഒന്നാണല്ലേ ഇന്ന്. അപ്പോൾ പെൽച്ചക്കൊക്കെ നീച്ചണ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നേരം വൈകിട്ട് എണീറ്റത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അല്ലേ. വീഡിയോ ഒക്കെ എടുക്കണതൊക്കെ പറഞ്ഞ് കിടന്നാണ്, പക്ഷെ നീക്കാൻ നേരം വൈകി. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വേഗം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അതൊരു ഭാഗം കൊടുത്തു. ലീവ് വെച്ചിട്ട് പോലെ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നോമ്പറക്കാനുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റ് നോമ്പ് എങ്ങനെ നമ്മൾ ആഘോഷിക്കും, രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ള ചെറിയ ചെറിയ ഫുഡ് മൂന്നാള്, ചെറുതൊന്നുണ്ട്. അല്ല നോമ്പ് രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, അപ്പൊ ഒന്നാമത്തെ നോമ്പ് ഓക്കെ റമളാൻ ബാൻ. അപ്പൊ ഗൈസ് നോമ്പായിട്ട് നമ്മളെ പരിപാടി എന്താ വെച്ചാല്, ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. മര്യാദക്ക് കത്തി എടുത്ത് വന്നോ? കത്തിയുടെ കത്തിയുടെ അപ്പൊ കത്തി അവിടെ ഉണ്ടാവോ? വന്നോ ഒന്നെടുത്ത് തരൂട്ടാ. കുട്ടിക്ക് എടുത്തോടത്താണേ, കുട്ടിക്ക് എടുത്തോടത്തല്ലേ. റമദാൻ മാസം ബോധം ഉണ്ടായിക്കോട്ടെ. ഇമ്മച്ചിനെ കാണുന്നുണ്ടെങ്കിലേ. അപ്പൊ ഗൈസ് എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വാ പപ്പന്റെ അടുത്തേക്ക് വാ. അപ്പൊ എന്താ പണി? അപ്പൊ ഗൈസ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെക്ക കേട്ടോ, കാരണം അപ്പപ്പ എടുത്ത് ചതക്കാന്ന് പറഞ്ഞത് ലീമോളാ. അപ്പപ്പ ഇവിടെ വാ. ഒരു പാട്ടടി കൊടുത്ത, ഒരു പാട്ടടിക്ക ജോണി ജോണി എസ് പാപ്പ. ഞാൻ ഇവിടെ തുടച്ചിട്ടാണ് ചെങ്ങയ്യെ, ഒന്നാകെ ആക്കല്ലേ. ഒന്നും കൂടി തുടച്ചാൽ മതി. ഇല്ലാന്ന് എനിക്ക് നല്ല ഇഞ്ചി ഉണ്ടാറട്ടോ ഗൈസ്, എനിക്ക് പണ്ടില്ലേന്ന് പണി. ഏതാ മുഖത്തെ ഗാംഭീര്യം നോക്കി. ഇല്ലല്ലോ. അപ്പൊ ഗൈസ് നിങ്ങളെ വീട്ടിലെ സ്പെഷ്യലൊക്കെ എന്താന്ന് കമന്റ് ചെയ്യട്ടോ. നമ്മളെ റമളാൻ 1 സ്പെഷ്യൽ എന്താന്ന് നിങ്ങൾ കമന്റ് ചെയ്യ്. നമ്മളോട് എന്തൊക്കെ നമ്മളിങ്ങനെ കാണാം ഉണ്ടാക്കണം എന്താണ്. നമ്മളോടൊന്നും ഉണ്ടാക്കണ ഇതൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കണത്. ഇപ്പൊ എനിക്ക് എന്നും എല്ലാരോടും പറഞ്ഞെടുക്കും ഞാൻ ഒന്നും ഉണ്ടാക്കൂല. അപ്പൊ ഇങ്ങക്ക് ഇന്ന് ഞാൻ എന്തൊക്കെയാ അവിടെ ഉണ്ടാക്കണമെന്ന് കാണാൻ പറ്റും. വെണ്ണേ ഒന്ന് പാടിയായിരുന്നേ. എന്താ ഇഞ്ചി? ഓ മൈ ഗോഡ്, പാവ ഇഞ്ചി. ഇവിടൊക്കെ ചെന്തിക്കോ ഇല്ലെങ്കിൽ കൊഴപ്പില്ല ബേബിയെ, അരക്കാളല്ലേ. ഇവിടെ വന്ന് നിങ്ങളുടെ ഹലോ ഗൈസ് പറഞ്ഞോക്കാം. ചൂച്ചൂച്ചേ ഞങ്ങളെ ചൂച്ചൂച്ചേ ഈ കോള് വിട്ടിട്ട് ചൂച്ചൂച്ചേ അംഗൻവാടി വിട്ടിട്ട് ചൂച്ചൂച്ചേ ചൂച്ചൂച്ചേ ഞങ്ങളെ ചൂച്ചൂച്ചേ ഞാനുണ്ട് പാപ്പണ്ട് ഇമ്മച്ചിണ്ട് ഞങ്ങള് മൂന്നാളും ഫെസാണ് വേറെ പാടി കൊടുത്താ പാടലോട് പാട്ടെ. കാക്കേ പാടിക്ക, കാക്കേ പാട്, കാക്കേ പാട്. ഇതൊക്കെ അവിടെ വെക്ക്. ഒരാഴ്ച നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തിന്നാൻ പോണേ 30 അവിടെ വെക്ക് ലിച്ചു മോളെ. ഗൈസ് പാത്തുമ്മ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് ഇത്ര പത്തിരിയൊക്കെ ആയോ? ഇത്ര എന്താ മെഷീനാ? ലിയുവിന് നോമ്പില്ല ഗൈസ്, ചട്ടി നോമ്പരത്തിയാണ്, മുട്ടായി എന്നാണ് ഗൈസ്. ഇപ്പൊ ഒറ്റ പോക്കാണ് പുറത്തേക്ക് പോവാണ്, ഒരു സഹായം ചെയ്തു തരാതെ. എല്ലാരും ഇത്ര പെട്ടെന്നൊന്നാവില്ല. ഇത് പൊടി വാട്ടി ഇങ്ങനെ ചാമ്പി ഉരുളാക്കി. ചാമ്പാനും സാറാണല്ലോ. ആൾക്കാർ കാണാണ്ട് ഇജിന്റെ മൂലക്കെട്ട് ചാമ്പല്ലേ, അതിന് മാത്രമൊന്നുമില്ലല്ലോ.
അപ്പൊ ഗായ്സ് ദാ 10 പേരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. പിന്നെ ചിക്കൻ അതാ അവിടെ വെള്ളത്തിൽ. അങ്ങനെ ഗായ്സ് നമ്മള് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരി ഒക്കെ പൊന്തിന്. ഉള്ളി കട്ട് ചെയ്യണ ഗായ്സ്. ഞാൻ മാത്രം ഇവിടെ കണ്ണിരിയാതെ കട്ട് ചെയ്യുന്നുള്ളൂ. അതെ അതെ. കറി ഉണ്ടാക്കൽ ഇക്കയാണ്, പത്തിരി ഉണ്ടാക്കൽ ഞാനാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. ചിക്കൻ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ ഇക്ക ചങ്ങായി നോമ്പുള്ള ഇക്ക ചെറിയ എന്താ പുട്ടുംപൊടിയോ നോക്കാ ചട്ടി നോമ്പ് കൊടുത്ത് നിക്കാണ്. ഇവിടെ നുഴൽച്ചാതെ ഉള്ളി വെട്ടണ ആളെ കാണാനില്ല കേട്ടോ. പപ്പോടെ എന്താടാ എന്താ മോനെ എന്ത് പറയടാ എന്തിനാ നീ കാര്യം. ഗായ്സ് ഇന്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി. ഇതിക്ക് തേങ്ങ അരച്ച് പാരണം. പിന്നെ സമൂസക്കുള്ള കോഴിമുട്ട അവിടെ ഇങ്ങനെ അയക്കുന്നു. ഫെബി തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഫെബിന്റെ തേങ്ങ ഒട്ടില്ലല്ലോ. ഒന്ന് ചെറുതും ഒന്ന് വലുതും ഗൈസ്. ഓക്കെ എന്താണ് ഒരു തേങ്ങ പൊടിച്ചിട്ട് കാട്ടണത്? കൊപ്പരിന്നാണല്ലോ വെള്ളം വരുന്നത്. കൊപ്പര തോന്നി ഈ കഷ്ണം. എന്റെ മീനുകളെ കണ്ടിട്ടില്ല നിങ്ങള്? പിന്നെ എങ്ങനെയുണ്ടേ ഇക്കാന്റെ ഈ തേങ്ങ ചേർത്ത് ആ കറിക്ക് കൂട്ടി. ഗായ്സ് ഇവിടെ ചിക്കു ജ്യൂസ് തയ്യാറാക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? പറഞ്ഞു കൊടുക്കോ? ഇന്നത്തെ സ്പെഷ്യൽ ചിക്കു ജ്യൂസ്. അതെ. വത്തക്ക കട്ട് ഫ്രൂട്ട്. അതെ. പിന്നെ അതല്ല നല്ല പത്തിരി ഉണ്ട്. നമ്മള് തേങ്ങ അരച്ചാണ്ട് അതിക്ക് പാരാ നിക്കാൻ കേട്ടോ ഗൈസ്. ചിക്കൻ കറിക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ള ഐഡിയകളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായി തേങ്ങ അരച്ചോ? തേങ്ങ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂടാറണം. ചൂടാറണം. നല്ല മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്. അപ്പൊ അടുത്തത് എന്താണ് ഉണ്ടാക്കണത് ഇപ്പോ? സമൂസക്കുള്ള ബാച്ചുകയാണ് ഗൈസ്. മണമുണ്ടോ? നല്ല മണമുണ്ട്. നിങ്ങള് എപ്പോഴും പറയില്ലേ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലാന്ന്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തിന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. പൗതി ഞാനല്ല ഉണ്ടാക്കി ഗൈസ്. പൗതി മുക്കാൽ ഞാനുണ്ടാക്കി. പത്തിരി ഫുള്ള് ഞാനുണ്ടാക്കിയത്. പിന്നെ ഇപ്പൊ ചിക്കൻ കറി മുളക് ഇട്ട് വെക്കാന്ന് പറഞ്ഞോളൂ. ഞാൻ ഓക്കെ മുളക് ഇട്ട് വെച്ചോ. അതിക്ക് തേങ്ങ അരച്ച് പാരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എന്താന്ന് മനസ്സിലാക്കാം. നല്ല എങ്ങനെ അറിയോ? തേങ്ങ നല്ല എണ്ണയും ഉള്ളിയും കറിവേപ്പിന്റെയും മറ്റേ ജീരകൊക്കെ ഇട്ടിട്ടേ നല്ല എണ്ണയിലിട്ട് ഇങ്ങനെ ഇതാക്കാം. ചൂടാക്കിട്ട് അതിന്റെ മണം വരാണ്ട് അപ്പഴാണ് ചിക്കൻ കറിന്റെ ടേസ്റ്റ് മാറല്. പിന്നെ ചിക്കൻ കറി ഇവിടെ ഈ മുളക് ഇട്ട് വെച്ച് ഇങ്ങനെയും പത്തിരിക്ക് കൂട്ട കൈസ്. പിന്നെ അയക്ക് ഒരു തേങ്ങ ചേരണ്ടിക്കാണ്ട് അയക്ക് കുറച്ച് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ അതിൽ കുറച്ച് തേങ്ങ ചേരണ്ടി അതിൽ മഞ്ഞപ്പൊടി ഇട്ട് ജീരകം ഇട്ട് കുറച്ച് പിന്നെ ചെറിയുള്ളി ഇട്ട് കാണുന്ന അരച്ചെടുത്ത് കാണ്ട് ഇതാക്കാൻ അതിക്ക് പാരാൻ അത്ര എളുപ്പമാണ്. ഞാൻ ഉണ്ടാക്കിയ ഈ തേങ്ങാരിപ്പ് എന്താണ് അതിക്ക് ഇട്ടാലേ അതിന്റെ ടേസ്റ്റ് വേറെ ആവുള്ളൂ. കണ്ടോണ്ടു. പിന്നെ ശരി രാജാവേ. അപ്പൊ ഗൈസ് സമൂസന്റെ പരിപാടി കഴിഞ്ഞു. മുട്ട സമൂസയാണ്. എഗ് സമൂസ കേട്ടോ. മുട്ട സമൂസ. അങ്ങനെ ഗൈസ് നോമ്പ് തുറക്കാൻ ഏകാനും നിമിഷങ്ങൾക്കൊക്കെ അപ്പൊ ഗൈസ് എല്ലാം റെഡിയായി. ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി സമയമുള്ളൂ. അപ്പൊ ഫസ്റ്റ് നോമ്പ് തുറല്ല അതെന്താ നാരങ്ങ വെള്ളം. നോമ്പില്ലാത്ത ചട്ടി നോമ്പുള്ള ഒരാള് ഇവിടെ ഹലോ ഗൈസ് പറയുന്നുണ്ട്.
ഫസ്റ്റ് നോമ്പിൽ എല്ലാ ഫ്രൂട്ട്സും പിന്നെ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പൊരിക്കടി വല്ലാതെ ഇല്ല, സമൂസ മാത്രമേ ഉള്ളൂ. പിന്നെ 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 പത്തിരിയും പിന്നെ അതേപോലെ ജ്യൂസ് എടുത്ത് വെച്ചാളോ സമയമായി. പിന്നെ പിന്നെന്താടി ചിക്കു ജ്യൂസ് ഉണ്ട് അല്ലേ? ചിക്കു ജ്യൂസ് ഉണ്ട്. ഓവർ അടിഞ്ഞിട്ടില്ല, ചെറിയൊരു കഷ്ണം. പിന്നെ നല്ല തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ട്, പത്തിരി ഉണ്ട്. അത്രേ ഉള്ളു ഗൈസ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കണം കൂടി കാണാം. നോമ്പുണ്ടാ? എനിക്ക് നോമ്പുണ്ട്. പച്ചപ്പുള്ള് പറയരുത്. നോമ്പില്ലാത്തൊരു നോമ്പ് തുറക്കാൻ പാടില്ല. ചട്ടി നോമ്പ എനിക്ക്. അപ്പൊ ഗൈസ് നോമ്പ് തുറന്നു ഗൈസ്. ഈ സമൂസന്റെ പ്രത്യേകത എന്താ? സാധാ സമൂസ അല്ലതേ, എഗ് ഉണ്ട്. എഗ് സമൂസ ആക്കാം. രസമുണ്ട്. എൻ്റെ മസാലയും ഓളം മടക്കലും. പിന്നെ എൻ്റെ മസാല അല്ലേ ഞാനൊക്കെ ചോദിട്ടോ, എന്നിട്ട് അതിലൊക്കെ ഇത് ഒഴുക്കും, കഴിച്ച് ഒഴുക്കും. റമദാൻ മാസം സത്യം പറയണേ, ഇതിക്ക് കറക്റ്റ് ചേരുവകൾ ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ല ഉള്ളി വാട്ടിയാൽ മാത്രം ടേസ്റ്റ് ഉണ്ടാവൂല. ഓളെ വിചാരം അടുപ്പത്ത് ഉള്ളി ഇട്ടുകണെങ്കിൽ വാട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിക്ക് കറക്റ്റ് മസാലപ്പൊടികൾ ആഡ് ചെയ്താലേ രസം ഉണ്ടാവുള്ളൂ ഗൈസ്. നിങ്ങൾ പറയും. സ്പെഷ്യൽ എന്താ വെച്ചാല് നല്ല സമൂസ ഉണ്ട്, പിന്നെ പപ്പായ, ആപ്പിള്, മുന്തിരി, വത്തക്ക, മൂസമ്പി, അപ്പൊ ചിക്കു ജ്യൂസ്, പിന്നെ ഈത്തപ്പഴം. അതെല്ലാം സ്പെഷ്യൽ. ക്ലാസ് പ്ലേറ്റ്. അപ്പൊ ഗൈസ്, അപ്പൊ നല്ല പത്തിരിയും നല്ല ചിക്കൻ കറി, നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറി. നോമ്പൊക്കെ പറഞ്ഞു. മാഷാ അല്ലാഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പം അല്ലേ ബേബി, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഞാൻ അടുത്ത നാളത്തെ നോമ്പിന്റെ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഫസ്റ്റ് നോമ്പിൽ തന്നെ ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. അതായത് പച്ചരിയും ഇതൊക്കെ. പിന്നെ നോമ്പ് ഇങ്ങനെ 30 എത്തുന്നതിനനുസരിച്ച് അത് ദോശ ആവും, ലാസ്റ്റ് ചോറാവും, ഓട്ടടാവും. നമുക്ക് എല്ലായിടത്തുള്ള തന്നെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുങ്ങൾ. ബൈ. ബൈ.